നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭയിലുണ്ടായ സുരക്ഷാ വീഴ്ചയ്ക്ക് ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ രംഗത്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിലുണ്ടായ സംഭവം വളരെയേറെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ഇത്രയേറെ ഒരു വിഷയം ചർച്ചയായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ യുവാവ് അതിക്രമിച്ചു കയറി പ്രതിഷേധിച്ച സംഭവത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും രംഗത്ത് വന്നു. പ്രത്യേകം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രധാനമന്ത്രി അതൃപ്തി അറിയിച്ചത്. വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർലമെന്ററി കാര്യ സമിതി പ്രഹ്ലാദ് ജോഷി, വാർത്താപ്രേക്ഷണ വകുപ്പ് മന്ത്രി അനുരാഗ് ഠാക്കൂർ എന്നിവരെ കൂടാതെ ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദയും യോഗത്തിൽ പങ്കെടുത്തു. സംഭവത്തിൽ ഇതുവരെ 5 പേരാണ് പോലീസ് പിടിയിലായിട്ടുള്ളത്. പ്രധാനമന്ത്രി അടക്കം കർശന നിലപാട് ഇത്തരത്തിൽ എടുക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കേസ് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇതിലെ പ്രധാന സൂത്രധാരനായ ഹരിയാന സ്വദേശി ഒളിവിലെന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾക്ക് തിരച്ചിൽ ഹരിയാനയിൽ ശക്തമാക്കിയിട്ടുണ്ട്. അറസ്റ്റിലായവരെ ദേശീയ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ്. പാർലമെന്റിലെ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ആഭ്യന്തര മന്ത്രാലയത്തോടും നിർദ്ദേശിച്ചു കഴിഞ്ഞു. നിലവിൽ എംപിമാരെയും ജീവനക്കാരെയും അല്ലാതെ ആരെയും സഭയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. മുൻ എംപിമാരെയും എംപിമാരുടെ പിഎമാരെയും തൽക്കാലം സഭയിൽ പ്രവേശിപ്പിക്കില്ല. ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സന്ദർശകർക്കും സഭയിൽ വിലക്കുണ്ട്. സിആർപിഎഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. അനീഷ് ദയാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് സഭയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ പാർലമെന്റ് ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേർന്ന് സുരക്ഷാ വീഴ്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ശക്തമായി ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കടുത്ത സുരക്ഷാ വീഴ്ചയാണ്, രാജ്യത്തിന് നാണക്കേടാണ്. ജനാധിപത്യത്തിന്റെ കവാടം സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് രാജ്യത്തിന്റെ മുഴുവൻ ക്രമസമാധാനവും നിലനിർത്താൻ കഴിയുക? ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിഷയത്തിൽ വിശദീകരണം നൽകണം. 22 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് എന്നാണ് ശിവസേന MP പ്രിയങ്ക ചതുർവേദി പ്രതികരിച്ചിട്ടുള്ളത്. വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് MP മാണിക്കം ടാഗോറും ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ആം ആദ്മി പാർട്ടി MP രാഘവ് ചദ്ദയും സർക്കാരിനെതിരെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഈ ആക്രമികൾ എങ്ങനെയാണ് അകത്ത് കടന്നത്? പേന പോലും അനുവദിക്കാത്തടുത്ത് സ്പ്രേ ക്യാനുകൾ എങ്ങനെ കടത്താൻ കഴിഞ്ഞു? അവരുടെ സന്ദർശക പാസിൽ ഒപ്പിട്ട MPക്കെതിരെ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? പുറത്താക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അക്രമികൾക്ക് പ്രവേശനം നൽകിയത് BJP MP ആണെന്ന വസ്തുതയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും ആരോപിച്ചിട്ടുള്ളത്. അതേസമയം അക്രമികൾക്ക് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അച്ചുതണ്ടുമായി ബന്ധമുണ്ടെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവിയും ആരോപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ പാർലമെന്റ് സുരക്ഷ ലംഘിച്ചവരുടെ DNA കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അച്ചുതണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായവരും മുൻകാലങ്ങളിൽ കണ്ട സംഘടിത പ്രതിഷേധങ്ങളിൽ സജീവമായി പങ്കെടുത്തവരുമാണ് ഇവരെല്ലാമെന്നാണ് മാളവ്യ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കസ്റ്റഡിയിലെടുത്ത 4 പേർക്ക് പുറമെ 2 പേർ കൂടി പദ്ധതി തയ്യാറാക്കുന്നതിൽ പങ്കാളികളാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ലോക്സഭയിലെത്തിയ 2 പേരുൾപ്പെടെ 5 പ്രതികൾ ഗുരുഗ്രാം സ്വദേശിയായ മുഖ്യപ്രതി ലളിത് സായുടെ വസതിയിൽ താമസിച്ചിരുന്നു. 5 പേരെ തിരിച്ചറിഞ്ഞ് പിടികൂടിയെങ്കിലും 6-മൻ ഒളിവിലാണ്. പാർലമെന്റിലെ വൻ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ 8 സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലോക്സഭ സെക്രട്ടേറിയറ്റ് വ്യാഴാഴ്ച സസ്പെൻഡ് ചെയ്തിരുന്നു.